വെൽക്കം ബാക്ക് ടു ചാനൽ. അടിപൊളി ചാലഞ്ച് ഞങ്ങൾ 3 പേരും പിടിച്ചിരുത്തിയത്. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ 3 ആളും റെഡി ആയിട്ട് വന്നിരുന്നാ മതി. ചാലഞ്ച് ആണ്. അതെന്താന്നുള്ളത് നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പിടിച്ചിരുത്തിയത്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ ഐസ്ക്രീം ഉണ്ട് ഗൈസ്. അപ്പൊ എന്താ കഴിക്കാനുള്ള എന്തോ ഒരു ടൈപ്പ് ആണെന്നാ തോന്നുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു ചാലഞ്ച് തരാൻ പോവാണ്. നോ എക്സ്പ്രഷൻ ചാലഞ്ച്. എന്ന് വെച്ചാ ഞാൻ നിങ്ങൾക്ക് ഓരോ ഫുഡ് കൊണ്ട് തരും. അത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. നാരങ്ങ തിന്നുന്ന പോലെ. അതെ, അങ്ങനത്തെ പലതും വരും. ഭീകരമായിട്ടുള്ള പല സാധനങ്ങളും വരും. പക്ഷെ നിങ്ങളുടെ മുഖത്ത് എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. ഒരു ചിരിക്കാൻ പാടില്ല, ഒന്നുമില്ല. ചിലപ്പോ നല്ല എരിവുള്ളതായിരിക്കും, ചിലപ്പോ നല്ല പുളിയുള്ളതായിരിക്കും, ചിലപ്പോ നല്ല കയ്പുള്ളതായിരിക്കും. പക്ഷെ എക്സ്പ്രഷൻ വരാൻ പാടില്ല. എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുന്നിലുള്ള ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല. കാരണം ഞാൻ തരുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഐസ്ക്രീം കഴിക്കാണ്ട് നിങ്ങൾക്ക് തിരിച്ച് നോർമൽ ആകാൻ പറ്റില്ല. എനിക്ക് തോന്നില്ലേ ഇത്രയും ബിൽഡപ്പ് കൊടുക്കണമെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ടോട്ടൽ 5 റൗണ്ട് ഉണ്ടാവും. ഓരോ റൗണ്ടിൽ ഓരോ ഫുഡ്. ചെറുനാരങ്ങ എന്തായാലും ഉണ്ടാവും. 3 പേർക്ക് ഒരേ ഫുഡ് അല്ലേ? ചെറുനാരങ്ങൊക്കെ ഞാൻ തരുന്നു വിചാരിക്കുന്നുണ്ടാവും. പിന്നെ ഈ 5 റൗണ്ടിൽ നിങ്ങൾ എക്സ്പ്രഷൻ ഇടാതെ ആരാണ് ഏറ്റവും കൂടുതൽ റൗണ്ട്സ് സർവൈവ് ചെയ്യുന്നത് അവർക്ക് ലാസ്റ്റ് ഞാനൊരു ഗിഫ്റ്റ് തരും. എനിക്ക് കൈയടിക്കാൻ തോന്നുന്നില്ല കാരണം അത്രയും എന്തോ എക്സ്ട്രീം ആയിട്ടുള്ള സാധനം. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാര്യം എന്തെങ്കിലും ചെറുത് വരുമ്പോഴത്തേക്ക് എക്സ്പ്രഷൻസ് ആണോ? ഞാൻ എക്സ്പ്രഷന്റെ അന്നാക്റ്റാണ്. ഞാൻ ചെറുതുണ്ടായപ്പോ ഇങ്ങനെ 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 കളിക്കുന്നത്. റെഡിയാണോ? എന്നാ കണ്ണു പറഞ്ഞോ. ചോക്ലേറ്റ് ഇത്ര എക്സ്ട്രീം ആയിരിക്കും വിചാരിച്ചില്ല. ഇത് ഞാൻ ആ സമയത്ത് ഞാനില്ല അത് കഴിക്കാൻ. ഞാനൊന്നും മിണ്ടാതിരിക്കും. ട്രൈ ചെയ്യാലോ. റെഡി? അപ്പൊ തുടങ്ങിക്കോ. തുടങ്ങട്ടെ. ഇത് കണ്ടോ? ഇതാണ് ഗൈസ് ആ സാധനം. ഇതിന്റെ മുകളിൽ ഒറ്റ ചിപ്പ് 3 ആളും കൂടി ഷെയർ ചെയ്തെടുത്താൽ മതി. കാക്കത് എന്നോ പ്ലാൻ ചെയ്ത സാധനമാണല്ലേ. കൊള്ളാം. ഇത് പൊട്ടിക്കട്ടെ. അതിലൊന്നുമില്ല. പുള്ളി ഇതിന്റെ മുകളിൽ അസ്ഥിക്കൂടെ കാണാൻ കണ്ണിലേക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് എങ്ങനെയൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലോ. ക്യൂരിയോസിറ്റി. മറ്റേ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇവര് തിന്നുന്നത്. അമ്മേ ചോക്ലേറ്റ് പോലെ മണുണ്ട് ചോക്ലേറ്റിന്റെ. Can you handle this deadly chocolate? ക്വസ്റ്റ്യൻ മാർക്ക്. Made with Carolina Reaper പ്രഥമ സാധനം. അത് ഭയങ്കര നമ്മളെ ഫസ്റ്റ് തിന്നുമ്പോൾ ഇതേപോലെയൊക്കെ ഒരു മിനിറ്റ് ബാക്കി വെക്കട്ടെ. Showed them loss of speech, mouth on fire, impaired vision from tears. ഇത്രയും ഡേഞ്ചറസ് സാധനമായോണ്ട് തന്നെ ചെറിയൊരു കഷ്ണം കടിച്ചു. എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. എക്സ്പ്രഷൻ ഇടാതെ എന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ച് ഇറക്കിയിട്ട് കുറച്ചു നേരം അത് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ പറയുമ്പോൾ മാത്രമേ എക്സ്പ്രഷൻ ഇടാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അതുവരെ നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഓക്കെ, റെഡി? ഞാനത് കഴിഞ്ഞല്ലോ. ചെറിയ പീസ് അടിച്ചാൽ മതി. എരിവുണ്ട്. എക്സ്പ്രഷൻ ഉണ്ട്. ഞാൻ ഇറക്കി ഗൈസ്. Straight out आया കുറച്ചേരം ഹോൾഡ് ചെയ്യണം. എങ്ങനെ പിടിച്ചൊക്കെ എനിക്ക് അറിയില്ല, സത്യമായിട്ട് എനിക്ക് അറിയില്ല. കഴിഞ്ഞു.
കുറച്ച് ഐസ്ക്രീം കൊടുത്തു, അല്ലാണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. നാവിന്റെ തുമ്പത്തായിട്ടാ. എന്റെ അമ്മ, എനിക്ക് തരിപ്പ് പോകണ്ടായിരുന്നു. ഞാൻ അപ്പ ഞാനെ കൂടി വിട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ശരിക്കും എനിക്ക് തരിപ്പ് പോവായിരുന്നു. എല്ലാവരും സൈലന്റ് ആയി ഗൈസ്, ആരും മിണ്ടുന്നില്ല. ജീവിതത്തില് ഭയങ്കര ട്രൈ ചെയ്യാൻ പാടില്ല. നാവിന്റെ അറ്റവും മേലും. ഇതേ മുന്നേ അറിഞ്ഞോണ്ട് ചെറിയ കഷ്ണം കടിച്ചാൽ മതി എന്ന് പറഞ്ഞേ ഞാൻ. എന്തൊരു ഷാമി, ചെറിയ പീസ് കഴിച്ചിട്ടേ ഉള്ളൂ, കണ്ടോ? ഇത്രയും ബാക്കിയുണ്ട്. നമ്മൾ വിചാരിക്കും ആ എരു പോയിന്ന്, പക്ഷെ ഈ തണുപ്പ് കൂടെ വായന പോയാലും പിന്നെ ആ എരു പിന്നെയും വരും. ഷാമിക്ക് ഒരു പോയിന്റ്, 5ക്ക് ഒരു പോയിന്റ്, എനിക്ക് പോയിന്റ് ഇല്ല. ഫസ്റ്റ് റൗണ്ട് ആയപ്പോ തന്നെ ഇങ്ങനെ ഇതിനെക്കാട്ടി വലുതുമല്ലോ ഇതില്ലേ നമ്മളിങ്ങനെ ടൈം എടുക്കുന്നതോറും ഇതിങ്ങനെ തരുത്തോണ്ടിരിക്കും. ഇതിന്റെ എരും ഇങ്ങനെ വായിൽ കളഞ്ഞിട്ട് ഈ നാവിന്റെ തുമ്പത ഭയങ്കര എരുക്കി. നമുക്ക് ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ എരി കൂടുതൽ ഇങ്ങനെ നാവ് പഴുത്തോ, നാവ് മരയിപ്പിച്ച് വെക്കുക. ഒരൊറ്റ സാധനം നമുക്ക് ചെയ്യാനുള്ളൂ. അതിലും ഐസ് ക്യൂബ്സ് ആണോ? വലിയ ഐസ് കഷ്ണമായി പോയി കിട്ടിയത്. ആ വയസ്സിലിട്ട് വെച്ചതാ. 5 ഒരു ചാലഞ്ചിൽ ഇങ്ങനെ ആയിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ എരിയൊക്കെ മാറുക. ഞങ്ങൾ ഐസ്ക്രീം തിന്ന്, ഐസ് തിന്ന്, വെള്ളം കുടിച്ച്, പാല് കുടിച്ച്. ഇത് ഞങ്ങൾ ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പീസ കഴിച്ചിട്ടുള്ളൂ. ആ ഒരു ചെറിയ പീസിലാണ് ഇതിന് എത്രയും എരി വരുന്നത് കേട്ടോ. മുന്നേ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ള ഒരു ശീലം. ഇത് വാ ഫുള്ള് നിറഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇത് ശരിക്ക് ഞാനൊക്കെ കഴിച്ച പീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാവിന്റെ ഈ ഏരിയയിലേക്ക് എത്തിയപ്പോ തന്നെ ആ എരി ഫുൾ സ്പ്രെഡ് ആയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് മനസ്സിലാവും. എനിക്ക് എന്താ പറ്റിപ്പോയെന്ന് വെച്ചാൽ, ഞാൻ അറ്റത്തെ ഭയങ്കര നേർമ പാളിയില്ലേ, അത് കുറച്ചിങ്ങോട്ട് ഉള്ളോട്ടായിട്ട് അങ്ങനെ ഞാൻ കടിച്ചു പോയി. അപ്പൊ ഈ പാളി എനിക്ക് കടിച്ചു മുറിക്കാനും പറ്റണില്ല. അങ്ങനെ നോക്കുമ്പോ അതങ്ങോട്ട് തരിപ്പ് പോയി. ഞാൻ വേഗം ബാക്കിയുള്ള പീസ് ഇറക്കി ഇട്ടിട്ട് എനിക്ക് ആ തരിപ്പ് പോകുന്നതിന് രക്ഷപ്പെടണ കാര്യം അതിന്റെ എരു ഞാൻ അറിഞ്ഞു തുടങ്ങിയതാണ്. അതെന്തായാലും തരിപ്പ് പോയുള്ള അവസ്ഥ എന്താന്ന് എനിക്ക് പ്രതീക്ഷിച്ചിട്ടേ അല്ലേ. നോ റിയാക്ഷൻ ചാലഞ്ചിന്റെ ഫസ്റ്റ് റൗണ്ട് എങ്ങനെയാണെങ്കിൽ അടുത്ത റൗണ്ട് ഞങ്ങൾക്ക് ഗംഭീര റൗണ്ടുകളല്ലേ. അടുത്ത റൗണ്ട് പോയാലോ? ഞാൻ കയ്യിലും ഭീകരമായിട്ടുള്ളത് വരും എനിക്ക് തോന്നുന്നില്ല. ഇത് ഭയങ്കര എക്സ്ട്രീം സാധനമാണ് കഴിച്ചു. നിങ്ങൾ വിചാരിക്കണ്ടോ ഇത്ര ചെറിയ പീസിൽ ഇത്ര ആയിരുന്നു. ഇത് കഴിച്ചു നോക്കിയാൽ ഇതിന്റെ മനസ്സിലാവില്ല. എക്സ്പീരിയൻസ് കഴിച്ചു നോക്കണം എന്ന് പറയില്ല. കാരണം പിന്നെ എനിക്ക് മനസ്സിലാകാത്തത്, ഇത് എന്താ പറയാ, ജോളോ ചിപ്പ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. പക്ഷെ ചോക്ലേറ്റ് അതിന്റെ പേര് മാത്രമേ ഉള്ളൂ, കളറും ഉണ്ട്. ഒരു സാധനവും ഇല്ല. ചോക്ലേറ്റിന് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, പക്ഷെ ആ കോട്ടിങ് മാത്രം ചോക്ലേറ്റ്. പക്ഷെ മധുരൊന്നും ഇല്ല ഇത്, അതിന് ആ എരിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ മറ്റേ ജോളോ ചിപ്പ് കഴിച്ചത്? അത് അതിന് പൊടിയൊക്കെ ഉണ്ട്. മറ്റേ ജോളോ ചിപ്പിന് പുറത്ത് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? എന്നിട്ട് കാണാനില്ലേ? അത് ശരി. അത് കാണുമ്പോ തന്നെ കറുപ്പ് കളർ പോലെ അല്ലെ, കറുപ്പ് കളർ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ റെഡി റെഡി തുറക്കട്ടെ. തുറന്നോ? അതാ സോർ ഡിപ്പ്, സോർ ഡിപ്പ്. ഓ, മറ്റേത് വെച്ച് നോക്കുമ്പോ സോറൊന്നും കുഴപ്പമില്ല. പുളി ഭയങ്കരമായിട്ടുള്ള സാധനല്ലേ? ഭയങ്കര പുളിയാ. ഈ കഴിച്ചിട്ട് എക്സ്പ്രഷൻ ഇട്ടാ ഇത് നമുക്ക് നല്ല പുളിയായിരിക്കും. ചെലപ്പോ ഈ പുളി എന്ന് അറിയുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നല്ല ഭംഗിണ്ട് കാണാൻ, ബ്ലൂ കളറ്. ഇത് മറ്റേ സോർപ്പങ്ക് പോലത്തെ സാധനം തോന്നുന്നു. ഇവിടെ എന്തുണ്ട്? ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതാണ്. ഇതാ അവിടെ ഫ്രണ്ടില് കണ്ടില്ലേനോ? ഇത് ഇതിന്റെ ഉള്ളിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതാ. നല്ല ഡിപ്പ് ചെയ്യണം അല്ലെ? എന്തോ പുളിവെള്ളം പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ട്. ഓരോന്ന് കഴിക്കേണ്ടി വരും. ഓരോരുത്തരും ഓരോന്ന് കഴിക്കണം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഇത് നല്ല ഞാൻ ഡിപ്പ് ചെയ്യട്ടെ. എനിക്ക് പുളി ഇഷ്ടമായാലും വലിയ കുഴപ്പമില്ല. ഇത്ര ഡിപ്പ് ചെയ്താൽ മതിയോ? അയ്യോ, ഒരു മിനിറ്റ്, ഇത് തിരയിലാക്കട്ടെ. ഓക്കെ, ഞാൻ കഴിക്കട്ടെ. എക്സ്പ്രഷൻ ഇടാലോ. ഒപ്പരം കഴിക്കാം, ഒപ്പരം കഴിക്കാം. ഇങ്ങനെ തന്നെ ഡിപ്പ് ചെയ്യണം ശ്രീ. കള്ളക്കടി കാണിക്കരുത്. എന്താ പോവാത്ത? നല്ല പുളിമണുണ്ട് അല്ലേ? പോരെ?
അയ്യോ. ഓക്കെ Okay, okay. 3, 2, 1 ഗോ. ഷാമി പോയി, ഷാമി ഔട്ട്. ഞാൻ പോയി. രണ്ടാൾ എക്സ്പ്രഷൻ ഇല്ല. പുച്ച പാവകവിടെ എന്റെ എക്സ്പ്രഷൻ കയ്യിൽ നിന്ന് പോയി. എനിക്ക് ഈ ആ പുള്ളി ഇങ്ങനെ നമ്മളിങ്ങനെ എനിക്ക് കണ്ണുണ്ടല്ലോ ഇങ്ങനെ കണ്ണിന് വെള്ളം പക്ഷെ എനിക്ക് കണ്ണടച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയൊരു കണ്ണ്. എനിക്ക് കണ്ണൊക്കെ എന്തൊക്കെ പക്ഷെ സല്ലു എന്റെ അടുത്ത് ഒരു അബദ്ധം പറ്റി. നമ്മളൊന്നും തിന്നാതിരിക്കുമ്പോ ഈ പുളി വായ പോവാണെങ്കിൽ ഇതിൽ കൂടുതൽ എക്സ്പ്രഷൻ വരും. പക്ഷെ എരിവ് തിന്നതുകൊണ്ടേ ആ ഒരു എന്താ പറയാ ഗുണങ്ങൾ അങ്ങോട്ട് പ്രവർത്തിച്ചിട്ട് ശരിക്കും എന്താ എക്സ്പ്രഷൻ വരുന്നതെന്ന് കാണിച്ചാലേ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ കഴിക്കുക. ആ എക്സ്പ്രഷൻ ആണ് വരേണ്ടത്. സംഭവം ഈ സ്റ്റിക്കിന് അത്ര പുളിയില്ല. ഈ ലിക്വിഡ് എന്ന് പറയുന്ന സാധനം ഒരു ഭീമാകാരനാണ്. ഇതിനാണ് അപ്പൊ ശ്രീക്ക് ഒരു പോയിന്റ്, ഷാമിക്ക് ഒരു പോയിന്റ്, അഞ്ജുവിന് 2 പോയിന്റ്. ഇതാണ് കറക്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ റെഡി, കണ്ണു തുറന്നോ. ഞാൻ സഹിക്കും. പക്ഷെ ഇത് ഇതിന്റെ മുന്നേ തിന്ന എക്സ്പീരിയൻസോട് പറയാ ഞാൻ എന്നെ കൊണ്ട് പറ്റൂലത്. വന്നു പുളി വന്നു. എല്ലാരും ഓരോ സ്പൂൺ വീതം കഴിക്കണം. ഫുൾ സ്പൂൺ കഴിച്ച് ഇറക്കണം. ഞാനിത് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട് ഉമ്മറ്റുണ്ടാക്കിയിട്ട്. അമ്മ അത് തേങ്ങ ഇട്ട് നല്ല ടേസ്റ്റിലല്ലേ ഉണ്ടാക്കുക. തേങ്ങാപ്പാലൊക്കെ ഒഴിക്കും. അത് ഉലുവക്കഞ്ഞി. ഇത് അതല്ല, ഇത് ഉലുവ. ഓക്കെ റെഡി. ഫസ്റ്റ് ഷാമി കഴിച്ചോ. അങ്ങനെ എല്ലാരും ഒരുമിച്ച് കഴിച്ചോ. എല്ലാരും ഒരുമിച്ച് കഴിക്കാം. ഞാൻ വയലിട്ട് വെള്ളം വേണോ എല്ലാം അന്റെ കഴിച്ചാൽ മതി. ഓരോരുത്തർ അവരവര് തിന്നു. കൂടുതലല്ലോ വേണോ? അത് വേണം. അത് വേണോ അല്ലേ? Oh my god. Okay. എക്സ്പ്രഷൻ ഇടരുത്. കഴിച്ചോ. ഞാൻ കഴിക്കട്ടെ. എനിക്ക് പെട്ടെന്ന് ഡിമോട്ടിവേഷൻ ആയിട്ട് കഴിച്ചിറക്കണം. ശ്രീ ചിരിക്കാൻ പാടില്ല. അഞ്ജു ചിരിപ്പിക്കാണ് അവരെ. ശ്രീ സ്റ്റക്കായി നിൽക്കുകയാണല്ലോ, കഴിക്കുന്നില്ലേ? ഈ വിഴുങ്ങിട്ടതല്ലേ? അല്ല, ഞാൻ ചവച്ചക്കണ്. പറ്റില്ല. അത് വായൽ വെച്ചിട്ടോ ഇരിക്കുന്നതിന് നല്ല ഇറക്കിക്കാളത്. ഇവിടെ എന്താ ഈ ചലഞ്ചിൽ ഇങ്ങനെ? ഞാൻ തിന്നെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യാലോ അല്ലേ? എന്നോട് വർത്താൻ പറഞ്ഞിട്ടല്ലേ? ഇവിടെ മറച്ചു വെക്കാനല്ല പറഞ്ഞത്, ഇറക്കണം. പോയിക്കോ. ഇത് കഴിഞ്ഞില്ലേ? ഇപ്പൊ ഒരു സ്പൂണേ ഞാൻ കൊടുത്തുള്ളൂ. ഇവിടെ എത്രയാ തിന്നുന്നത്? ശ്രീ ഔട്ടായിട്ടോ. ശ്രീ ഈ റൗണ്ടിൽ ഇത്ര നേരം കഷ്ടപ്പെട്ട് തിന്നിട്ട് എക്സ്പ്രഷൻ ഇടണോ? തിന്നാൻ പറ്റില്ല. എന്നാ പോയി തുപ്പ്.
ഇതെന്താണ് കഴിച്ചത്? ഞാൻ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ആദ്യം ആ സ്പൂൺ എടുത്ത് വായല വെച്ചപ്പോഴൊരു കഴിപ്പുള്ളൂ. പിന്നെ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേഗം ചവച്ച് ഞാൻ അവിടെ ഇറക്കി. എന്നോട് നിങ്ങൾക്ക് എതിർത്ത് വെക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ട് ജയിക്കാൻ നോക്കുമ്പോഴത്തേക്കും എനിക്കിവിടെ പോരാളികളില്ല. എനിക്കൊരു പോരാളില്ല. ജോളോച്ചിപ്പ് ഞാൻ സഹിച്ചു, പക്ഷെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഐസ്ക്രീം എടുത്ത് വെച്ചോ? ഐസ്ക്രീം അത് ഞാനല്ല കഴിക്കുന്നു. തോറ്റവർക്ക് ഐസ്ക്രീം ഒന്നുമില്ല. പിന്നെ ഫസ്റ്റ് റൗണ്ട് അത്രയും ഹെവി ആയതുകൊണ്ട് ഞാൻ തന്നതാ. അത് ശരിയാണ്. എന്റെ അമ്മേ, ഞാൻ ചിരിച്ചോ. എനിക്ക് വായിട്ടപ്പോ തന്നെ എന്തോ ആയിപ്പോയി. എനിക്ക് ഒട്ടായില്ലേന്ന്. നല്ല ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ഐസ്ക്രീം കഴിച്ചോ? അത് പറ്റുന്നില്ല. പിന്നെ വിന്നർ ഗിഫ്റ്റ് ഉണ്ടല്ലോ. കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഓക്കെ, ഈ ഞാനും ഈക്വൽ അല്ലേ? ഇപ്പൊ 2-2. ഇനി എത്ര റൗണ്ട് ഉണ്ട്? ഞാനാ പുറകില്. ഞാൻ 2 റൗണ്ടിൽ എക്സ്പ്രഷൻ പോയി. നീ 2 റൗണ്ട് കൂടെ. കൈപ്പിനൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എന്റെ ഒരു മഹാമനസ്കതയാണ് കൊടുത്തുന്നുള്ളൂ. ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിലാവണം. ജോളോ ചിപ്പ് തിന്നപ്പോ ഈ ഐസ്ക്രീമിന് ഇത്ര മധുരം ഫീൽ ചെയ്തില്ലല്ലോ. ഇല്ലല്ലോ, ഇപ്പഴല്ലേ നല്ല ടേസ്റ്റ്. നമുക്ക് ഐസ്ക്രീമിന് കയ്പാ തോന്നേ. എനിക്ക് നല്ല ടേസ്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? സല്ലോ ഇത് ടൂ മച്ചാ. സല്ലോ ഉലുവ പുഴുങ്ങിയത്, പിന്നെ ജോളോ ചിപ്പ് സോർപ്പങ്ക് പോലത്തെ ഒരു സാധനം. അത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഇതിങ്ങനെ കേറിയപ്പോ അതെ സോർപ്പങ്ക് this is too much. ഓക്കെ, അടുത്ത റൗണ്ടിലോട്ട് പോവാം. കണ്ണടച്ചിരുന്നോ? റെഡി അല്ലേ? എന്നാ കണ്ണു തുറന്നോ. ചോക്ലേറ്റ് അൾട്ടിമേറ്റ് 99% ഡാർക്ക് ചോക്ലേറ്റ്. ഞാൻ പറഞ്ഞ അമൂലിന്റെ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ തിന്നുന്ന ആളെ ഞാൻ. 55% അല്ലെ വായിൽ വെക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആയിന്. അതൊക്കെ ഓർമ്മ നമ്മൾ കൂർഗ് പോയ സമയത്ത് വാങ്ങിയത്. എന്നിട്ട് ഞാനൊരു കഷ്ടം തിന്നിട്ട് അവിടെ വെച്ച്. The story of chocolate. 99% ultimate dark chocolate. അങ്ങ് എത്തുന്ന തോന്നുന്നു. പക്ഷെ ചോക്ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം. ഉലുവൊന്നും ഇല്ലല്ലോ. ഓക്കെ, റെഡി? കഴിച്ചോ? ഇതെങ്ങനെ തിന്നണം? അത് മുറിച്ചോ? അതിന് എന്ത് പീസസ് സെൽഫ് മോട്ടിവേഷൻ ആണോ? ഇത് ഞാൻ എങ്ങനെയാലും ആ പണ്ടത്തെ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല. ഇത് ഡാർക്ക് ആയിരുന്നു. ഓരോ പീസ് ചെയ്ത അല്ല, ഓരോരുത്തർ ഇത്ര പീസ് എടുക്കാം അല്ലെ? ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കലുണ്ട്, അതുകൊണ്ടാണ് 99% കഴിക്കാൻ ഞാൻ തന്നെ പുഴുവാ. അത്ര പ്രശ്നം. അത്രയും പ്രശ്ന. പിന്നെ എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇതുവരെ കൊണ്ടച്ചത് വെച്ച് ആലോചിക്കുമ്പോ ഞങ്ങൾക്ക് ഒഴിച്ചുകൂടെ എത്രയും വലിയ സാധനം. ഞാൻ ഇതുവരെ ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെ തിന്നി. 1 അഞ്ചിക്ക്, 1 ഷാമിക്ക്. ഇത്ര എനിക്ക് വേണ്ട, കറക്റ്റ് പീസ് മതി. ഇതിന്റെ സൈഡ് വരെ റെഡി ആക്കി. ഇവിടെ കുറച്ച് പീസ് പോയാൽ നടക്കൂല. ഇത് എടുത്താൽ മതി. ഇത് ഞാൻ എടുത്ത് ഇതിന്റെ മുകളിൽ വെച്ചാ പ്രശ്നം. വേണ്ട വേണ്ട, അതാ കറക്റ്റ് എന്നാ. അതെല്ലാവർക്കും ഉണ്ട്. ഓക്കെ, റെഡി? 3, 2, 1 ഗോ. സ്വാമി നേരെ കഥെന്താ? ഇതിന്റെ കയ്പ് കൊണ്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം ഹോൾഡ് ചെയ്യണം. പൊട്ടിപ്പോയതാ. ഞാൻ ഇപ്പൊ ചിരിച്ചാ ബസന്തിയാവും. നോ എക്സ്പ്രഷൻ ആണ്. ചിരിച്ചാലും ഞാൻ ഔട്ടാക്കും. ഷാമിയ പകുതിയും ബാക്കിയാ കഴിച്ചോ? 5 കഴിച്ചു കഴിഞ്ഞ് വായക്കറക്കുണ്ട്. ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇവരെ ചിരിച്ചു ഗൈസ്. ഇവര് ഞാൻ എണീറ്റ് പോകുമ്പോ ഇവര് ചിരിച്ച്. പക്ഷെ അതിന്റെ ഒരു ഇതുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം. റിലീസ് പറഞ്ഞില്ല കേട്ടോ. ശ്രീ കഴിഞ്ഞില്ല അല്ലേ? റിലീസ് ഒന്നും പറയാനായില്ല. അത് ഫുള്ള് ചവച്ചിറക്കണം, എന്നാലേ റിലീസ് പറയും. 5 എപ്പോഴേ ഇറക്കി കഴിഞ്ഞ്. പക്ഷെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ആണോ? കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ കാണാൻ ഒരു ചളിന്റെ ഒരു ടേസ്റ്റ് ഞാൻ ഇറക്കി കേട്ടോ. ആണോ? കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേ. കുറച്ചുകൂടെ വെയിറ്റ്. ഇപ്പൊ വരും ശരിക്കല്ലേ? എന്താ നല്ല എനിക്ക് പറയാനുണ്ട്, മിണ്ടരുത്. റിലീസ് ചെയ്യുന്നിട്ട് വേണം എനിക്ക് പറയാൻ. റിലീസേ റിലീസ്
ഗൈസ് ഞാൻ പറഞ്ഞുതരാം, ഈ മറ്റേ മീൻകുളത്തിലൊക്കെ ഉണ്ടാവുന്ന ചളിയില്ലേ, മീൻകുളത്തിലൊക്കെ ചളി ഉരുട്ടിയിട്ട് തന്നിട്ട് ചവച്ച പോലത്തെ ഫീലായിരിക്കും ഫീൽ ചെയ്തത്. എനിക്ക് ചളി വായലിട്ട പോലെ തോന്നിയത്. അല്ല ഇതൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടോ? ചളിക്ക് മുന്നേ തിന്നുണ്ടോ ഇങ്ങനെ? നമുക്ക് ഏകദേശം ഊഹിക്കാലോ. ചളിന്റെ ഒക്കെ ഒരു ആ ഒരു കളർ, ആ ടെക്സ്ചർ നല്ല അത് വായിലിട്ട് അത് നോക്കിയാതൊന്നും എടുക്കാൻ വയ്യ അവിടെ നോട്ടെ. അത്രയാ ചോക്ലേറ്റ് വേണ്ടാന്ന്. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവേക്കും ചിലപ്പോ. ശരിക്കും ഹെൽത്തിന് ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് കേട്ടോ പറയാ. അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുവച്ചേ. അപ്പൊ എന്ത് ബെനിഫിറ്റ് ആണ് അത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാൻ വേണ്ടിട്ട്, അറിവിന് വേണ്ടി. ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവാൻ ഓ അത് അതിന് വേണ്ടി കൊണ്ടുവച്ചാലേ. ഓക്കെ, ഇപ്പോഴും ആ ഒരു കയ്പൊക്കെ ഇങ്ങനെ വരുന്നെങ്കിൽ ഷുഗർ ഇല്ല, 0.1% ഷുഗറേ ഉള്ളൂ. മറ്റേ ചളിയുടെ ടേസ്റ്റ് ഒന്ന്, പിന്നെ ഗുളികകൾ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി കുഴച്ച് നമുക്ക് ഇങ്ങനെ അങ്ങനെ ഉണ്ടാവും. ചില സമയത്ത് ചില ഗുളിക കഴിക്കുമ്പോ വായന്നൊക്കെ വെള്ളം അലിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥല്ലേ. അതേപോലെ ഒരു കുറെ ഗുളികകൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ട്. അത് ചവച്ചരച്ച് കഴിക്കുന്ന പോലെ. ഓക്കെ, ഇതിലാർക്കാ പോയിന്റ് ഇട്ടല്ലേ? ഞാൻ നമുക്ക് രണ്ടാക്കാം പോയിന്റ്. 2 പോയിന്റ്, 3 പോയിന്റ്, 2 പോയിന്റ്. അപ്പൊ ഈ 3 കൂടെ ആയി കഴിഞ്ഞാല് എത്രയായി? അനക്ക് 3 ആവും അല്ലെ? എനിക്ക് 3 ആവും. എനിക്ക് വേണമെങ്കിൽ അപ്പൊ നമ്മൾ ഈക്വൽ ആവും, അല്ലെങ്കിൽ ഞാൻ ജയിക്കണം. അടുത്ത റൗണ്ടില് 5 ജയിച്ചാല് 5ന് ഗിഫ്റ്റ്. നിങ്ങൾ നിങ്ങൾ 2 പേരാണ് ജയിക്കുന്നെങ്കിൽ ഈക്വൽ ഈക്വൽ ആവും. ഞങ്ങള് ഷെയർ ചെയ്തെടുക്കും. ഷെയർ ചെയ്തെടുക്കേണ്ടി വരും. തോറ്റവര് തിന്നാൻ പാടില്ല എന്നല്ലേ? നേരത്തെ കുറിച്ച് ഞങ്ങക്ക് തിന്നാലോ. ഐസ്ക്രീമിനെ പോലെ ടേസ്റ്റ് ഇല്ല. തോറ്റൊരു തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തോറ്റൊരു എല്ലാ റൗണ്ടിലും കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. അത് ഞാൻ വിട്ടു തന്നതാ. പിന്നെ ഗിഫ്റ്റ് ഒരാക്കല്ലേ ഉണ്ടാവുള്ളൂ, വിന്നറിനല്ലേ ഉണ്ടാവുള്ളൂ. റെഡി? കണ്ണു തുറന്നോ? അടിപൊളി പുളി ഉരുട്ടി ഉപ്പാക്കി വെച്ചിട്ട്. പുളി ഉരുട്ടി ഉപ്പ് അങ്ങനെ തിന്നാനല്ലേ? അത്രയും കഴിക്കുന്നു വേണ്ട, കുറച്ച് കഴിച്ചാൽ മതി. പകുതി മതി. എനിക്ക് ഇഷ്ടല്ലേ? ഒരൊറ്റ ബൈറ്റ് വലിയ ബൈറ്റ് ആക്കി എടുത്താൽ മതി. ഓക്കെ, പകുതി തിന്നുന്ന പോലെ. ഓക്കെ, റെഡി? ഇത് കണ്ട ഗൈസ്, പുളി ഇങ്ങനെ ഉരുട്ടിയിട്ട് അതിന്റെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചതാണ്. പുളി നോർമൽ പുളി മാത്രമാണ് കുഴപ്പമില്ല, പക്ഷെ ഉപ്പ് കൂടാകുമ്പോ ഭീകരമായിരിക്കും. ഓക്കെ, റെഡി ഗൈസ്? 3, 2, 1 ഗോ. അഞ്ച് ഔട്ടായേ. 5 ഔട്ട്. ശ്രീ ചവയ്ക്കുന്നില്ല. ശ്രീ ചവയ്ക്കുന്നില്ല. ശ്രീ ചെറുതായിട്ട് ചിരിക്കുന്ന പോലെ ഉണ്ട്. ഇത്രയും പുളി തിന്നുന്ന എനക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ വയസ്സ് ഇനി അതിന്റെ 4 മാത്രമേ ഉള്ളൂ. എന്തോ കഴിഞ്ഞ വയസ്സ് എന്റെ 4 മാത്രമേ ഉള്ളൂ. ഓക്കെ, റിലീസ്. അയ്യോ, ഞാൻ പോയൊരു നിമിഷം ഞാൻ പിടിച്ചു നിന്ന്. ആ ഉപ്പ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇതാക്കിയപ്പോ ഞാൻ വിചാരിച്ചു പോയി. ഞാനപ്പോ എന്താക്കി അറിയാം, ഞാൻ മെല്ലെ ചവച്ച്. ഞാനും അതാണ് ഞാൻ എനിക്ക് ചവയ്ക്കുന്ന കണ്ടില്ലാറില്ലേ, ഞാനപ്പോ മെല്ലെ ചവയ്ക്കുന്നുണ്ടായിരുന്നു, മനസ്സിലായോ? എന്നിട്ട് ഞാനിങ്ങനെ ടാക്ടിക്കലാക്കി മെല്ലെ അലിയിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ മൊത്തം വലിച്ചെടുത്തു. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് ആ പൊളിന്റെ ഒരു സാധനം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ എന്താക്കിയെന്നറിയോ,
പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ബാക്കി തിന്നത്. ഇപ്പൊ എന്റെ വയലുള്ളത് അതിന്റെ നാരും മാത്രാട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഈ റൗണ്ട് ഞാൻ എങ്ങനെയോ വല്ലാത്തൊരു വൃത്തിട്ട് തോൽവിയായി പോയി. പുളി ഞാൻ തിന്നാത്ത ആളല്ല, ഞാൻ നല്ല പുളി കഴിക്കുന്ന ആളാ. പക്ഷെ അത് ഉപ്പും കൂടെ വന്നപ്പോ പറ്റുമ്പോ 5 ഇതിൽ ജയിക്കാന്ന്. ഞാനും വിചാരിച്ചു ഞാനും കൂടി ജയിച്ചില്ല. ഞങ്ങൾ രണ്ടാളല്ലേ ജയിച്ചത്? അല്ല 3 പേർക്ക് 3 ഞങ്ങൾ ഗിഫ്റ്റ് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് 3 തരണം, അല്ലെങ്കിൽ ഞങ്ങളത് ഷെയർ ചെയ്യണം. എന്തായാലും ഞാൻ ഒന്നേ തരുള്ളൂ. ഷെയർ ചെയ്യാൻ പറ്റിയ ഷെയർ ചെയ്യാം. ഞങ്ങൾക്കുള്ള എന്തോ ഒരു ഗിഫ്റ്റ് കാക്കന്റെ കയ്യിൽ. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് 3 പേർക്കും ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ? ചോക്ലേറ്റ് പോപ്കോൺ. ആദ്യമായിട്ട് കാണാം കേട്ടോ ഇങ്ങനെ. എന്തോ ഒരു ചോക്ലേറ്റ് പോപ്കോൺ ആണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടല്ലോ കേട്ടോ. തുറക്കാൻ വിട്ടു. ഇല്ല, അത് നന്നായി നല്ല പാക്ക് ചെയ്ത് വെച്ച സാധനം. ഇത് ഇനി ഇതിന് കയ്പ് കഴിക്കൂ. ചോക്ലേറ്റ് തരുമ്പോ പേടിയായി. ചോക്ലേറ്റ് കയ്പ് വന്ന് ചോക്ലേറ്റില്. ഇത് നോക്ക്, ഫുള്ള് ചോക്ലേറ്റ് ഉള്ള പോപ്കോൺ. നല്ല ടേസ്റ്റ്. കാരമൽ പോപ്കോണിന്റെ മുകളിൽ ചോക്ലേറ്റ് ഇട്ട പോലെ അല്ലേ? നല്ല ചോക്ലേറ്റ് ഇതുണ്ടോ? നല്ല ചോക്ലേറ്റുള്ള പോപ്കോൺ ഇത് എങ്ങനെയായിരിക്കും? അതില് കാരമൽ ഉണ്ട്, അതിന്റെ മുകളിൽ ചോക്ലേറ്റ് ഉണ്ട്, വൈറ്റ് ചോക്ലേറ്റും ഉണ്ടെന്ന് തോന്നുന്നു. ഇത് 3 ആൾക്കും ഷെയർ ചെയ്തിട്ട് നന്നായില്ലേ? ഞങ്ങള് 3 പേരും 3 പോയിന്റ്സ് ആണ്. 2 എണ്ണത്തിൽ പോയി. 5 എണ്ണത്തിലൊക്കെ പോയത്. ഞാനൊന്ന് ഉലുവേലും പിന്നെ ഒന്ന് പുളിയിലും. ആ 2 ബാക്കി ഞാൻ പിടിച്ചു നിന്നു. ഞാൻ ആ സോർഗമില്ല, ആ സോർഗമിലും പിന്നെ കൈപ്പുള്ള ചോക്ലേറ്റ് അതിന് പോയി. ഞാൻ ആ തുടക്കത്തിൽ തന്നെ എനിക്ക് ആ തരിപ്പ് പോയപ്പോ ഞാൻ ആ സാധനത്തിൽ പോയി ജിയോളജിപ്പ് അതില് പോയി. പിന്നെ ഞാനിന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് മര്യാദയ്ക്ക് ആ ഉലുവ തിന്നേരും. ആ ചിരിയില് മാത്രം പോയത് ആ റൗണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കഴിച്ച് ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ചാലഞ്ച് ഒരു വല്ലാത്തൊരു ചാലഞ്ച് ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല അല്ലെ? ആമസോൺ വഴി സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ചാലഞ്ച് ഞങ്ങൾക്ക് കിട്ടും. എത്ര കാലം മുന്നേ ഇത് ആലോചിച്ചിട്ടൊക്കെ വെച്ചെടുത്തത് ആലോചിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is ഷാമിയ, this is സഞ്ജിത.